അപ്പം ഇനി ഫാറ്റി ലിവറിന് വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കൊന്നും വേണ്ട. നമുക്ക് വേണ്ടതൊക്കെ കഴിക്കാം എല്ലാം. ഹലോ, അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്തിനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റി ലിവറിനെ പറ്റിയിട്ടുള്ളതാണ്. ഈ ഫാറ്റി ലിവർ എന്ന സംഭവം നമുക്ക് അധികം ഒരു 40 കഴിഞ്ഞാൽ ആളുകൾ കണ്ടുവരുന്നൊരു മെയിൻ ഒരു കേസാണിത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്, അത് വരാനുള്ള കാരണം, അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് അത് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധികവും ആളുകൾക്കും വരുന്ന ഒരു മേജർ കേസാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ടതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫാറ്റി ലിവർ? അപ്പോൾ നമ്മുടെ ലിവറിനുള്ളിൽ സെല്ലുകളുണ്ട്, അതായത് കരളിനുള്ളിലത്തെ കോശങ്ങൾക്കുള്ളിൽ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിൽ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ടുള്ള പറയുകയാണെന്ന് വെച്ചെങ്കിൽ അമിതവണ്ണം, അതായത് ഓവർ ബോഡി വെയിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റി ലിവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന എണ്ണയിൽ പൊരിച്ചിട്ടുള്ള എണ്ണക്കടികൾ, ചിക്കൻ പൊരിച്ചത്, മീൻ പൊരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബിരിയാണി, അങ്ങനെയുള്ള ഓയിലി ആയിട്ടുള്ള ഐറ്റംസ്, അതേപോലെ നല്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ ശരീരത്തിൽ ഈ ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പോരാണ്ട് വേറൊരു മെയിൻ സംഭവം നമ്മുടെ മദ്യപാനികൾക്ക് 90% ചാൻസ് ഉണ്ട് ഫാറ്റി ലിവർ വരാൻ. കാരണം 40 വയസ്സ് കഴിഞ്ഞാൽ ആളുകളുടെ ഓൾറെഡി നമ്മുടെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്ററോൺ, ഞാൻ മുന്നേറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെസ്റ്റോസ്റ്ററോൺ എന്ന ലെവൽ ലോ ആവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ബോഡി ഫാറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരുവിധ ആളുകൾക്കൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു 40 കഴിഞ്ഞാൽ ആളുകൾ ഓൾറെഡി കുടവേറായിട്ട് ഇങ്ങനെ വരാനുള്ള കാരണം ഇതാണ്, വേറെ ഒന്നല്ല. മറ്റേ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാകുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഫാറ്റ് ബേണായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരു 40 ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ലോ റേഞ്ചിലായിരിക്കും വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കെല്ലാം ഫാറ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ബോഡി വെയ്റ്റും കൂടും. ഫാറ്റ് നമുക്കറിയാലോ, ഫാറ്റ് കൂടി കഴിഞ്ഞാൽ ബോഡി വെയ്റ്റ് കൂടും. അപ്പോൾ ബോഡി വെയ്റ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലത്തുള്ള ഫാറ്റി ലിവർ ഉണ്ടാവാൻ സാധ്യത വളരെയധികം ഉണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. മെയിൻ സംഭവം വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. അതായത് രാവിലെ എണീറ്റ് നടക്കുക. വീട്ടിൻ്റെ അടുത്തൊരു ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിലൊക്കെയാണ്, അല്ലെങ്കിൽ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെയാണ് നമ്മുടെ ജിമ്മ് വെച്ചെങ്കിൽ രാവിലെ തന്നെ നീട്ടി വലിച്ചൊരൊറ്റ നടക്കും ജിമ്മിലോട്ട്. എന്നിട്ട് അവിടെ നല്ലതായിട്ട് കാർഡിയോയും വർക്കൗട്ടും വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് ബോഡിയൊക്കെ ഒന്ന് വയർപ്പിച്ച് കളയുക. ഒരു 1.5 മണിക്കൂറോളം മൊത്തത്തിൽ ടോട്ടൽ ഞാൻ പറഞ്ഞ 1.5 മണിക്കൂറോളം, ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വലിച്ച് നീട്ടി നടക്കുക. അതായത് വെറുതെ നടന്നിട്ട് കാര്യമില്ല. നടക്കുമ്പോൾ കയ്യും കാലൊക്കെ ഒന്ന് അനക്കി നല്ല ഫാസ്റ്റായിട്ട് സ്പീഡിൽ നടന്നു കഴിഞ്ഞാലുള്ള അതിന് ബെനിഫിറ്റ്. കുറേ ആളുകളിലെ കാണാറുണ്ട്, വെറുതെ ഒരു സംസാരിച്ച് കൂട്ടം കൂടായിട്ട് ഇങ്ങനെ സംസാരിച്ച് നടന്നു പോകുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് ആ നേരം കിടന്നുറങ്ങി കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ എണീറ്റിട്ടുണ്ടെങ്കിൽ നല്ല കയ്യും കാലൊക്കെ ഒന്ന് വീശി നല്ല ഫാസ്റ്റായിട്ട് സ്പീഡിൽ കൈയൊക്കെ ഒന്ന് അനക്കി നടക്കുക. അപ്പോൾ നമുക്ക് ബോഡി ഇങ്ങനെ കിതപ്പ് തുടങ്ങും. കിതയ്ക്കുമ്പോഴേ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കത്തി തുടങ്ങുള്ളൂ. അത് മനസ്സിലാക്കാതെ നമ്മൾ കിതയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കിട്ടത്തില്ല. കിതയ്ക്കുമ്പോഴാണ് നമ്മുടെ ബോഡി ഫാറ്റ് കത്തുന്നുള്ളൂ. അപ്പോൾ നടക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഫാസ്റ്റായിട്ട് നടക്കുക. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലത്തുള്ള ഓയിലി ഫുഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഫൈബേഴ്സ് അടങ്ങിയ വെജിറ്റബിൾസ്, ഫൈബേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ ഡയറ്റിൽ ആഡ് ചെയ്യുക. പിന്നെ എണ്ണക്കടികൾ, രാത്രിയിൽ ചോറ്, പിന്നെ ഹെവി കാർബ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. അത് വിചാരിച്ചിട്ട് ഇത് മൊത്തം സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്ന് ഒരിക്കലും പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ വീക്കിലി 1 ടൈം നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ എന്തെങ്കിലും കഴിക്കാം, തെറ്റുന്നില്ല. പക്ഷേ ഒന്നും ഓവറാക്കരുത്. ഒരു പാകത്തിന് കഴിച്ചാൽ മതി. ബിരിയാണി കഴിക്കാം, എണ്ണക്കടിച്ചിട്ടൊരു കഷ്ണം. നമുക്കെന്താ പറയുക, നമുക്കൊരു സംഭവത്തിന് എന്ത് സാധനം കാണുമ്പോൾ അതിന് കഴിക്കാനുള്ളൊരു ടെൻഡൻസി, ടേസ്റ്റ് ആയാലുള്ള ടെൻഡൻസി കൊടുക്കും. അത്ര മതി, ആ ടേസ്റ്റ് അറിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. വേറെ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിക്ക് രുചിയുള്ള ഒരു കാര്യങ്ങളും നമ്മളെ തടിക്ക് നല്ലതല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഫാറ്റി ലിവറിനെ ദൂരെ നിർത്തുക. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പറയണ്ടല്ലോ, പിന്നെ അത് ഓരോരോ പ്രശ്നങ്ങളായിട്ട് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ലിവറിൻ്റെ വർക്കിംഗ് സ്ലോ ആവും. കാരണം അതിന് ഓവർലോഡ് വരികയാണ്. ഫാറ്റ് വന്ന് മൂടി കഴിഞ്ഞാൽ അത് ഓവർലോഡ് വരികയാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് അതിനെ കൊണ്ട് ശരിക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക്
നമ്മളെ ബോഡിയിൽ നല്ല ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ ഫാറ്റി ലിവർ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ.